പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ എത്തുമ്പോൾ ആവേശകരമായ അനുഭവമാണുള്ളതെന്ന് നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. BJPയിലേക്ക് എത്തിയത് ഗുണകരമായി, അതിനാൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്നും CC മുകുന്ദൻ അമൃത വാർത്തകളോട് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ചേരുകയാണ്. മുകുന്ദേട്ട, എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഉഷാറാണോ? ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഇപ്പോൾ നാട്ടിക മണ്ഡലത്തിലത്തെ NDAയുടെ പ്രവർത്തനം എല്ലാവരും വേഗം കൊണ്ടുപോകുന്നു. മറ്റേ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളായിട്ടുള്ള മറ്റേ LDFും അതുപോലെ തന്നെ കോൺഗ്രസും തിരഞ്ഞെടുപ്പ് നമ്മുടെ പ്രചരണം കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിരിക്കുന്ന അവസ്ഥയിൽ നിലനിൽക്കുക. ഇപ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഈ NDAയുടെ സ്ഥാനാർത്ഥി പ്രവർത്തകരുടെ പേരിലും കേസ് ചെയ്യാനുള്ള വക്കീൽമാർ വെച്ച് കേസ് ചെയ്യാനുള്ള നടപടി ശർമ്മയായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു ആക്സെപ്റ്റൻസ്, അതായത് ഒരു വലിയ പ്രതീക്ഷ ഒക്കെ ജനങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പിന്തുണ ലഭിക്കുമെന്ന് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കും? പ്രത്യേകിച്ചും പാർട്ടി വിട്ട് ഇങ്ങോട്ടേക്ക് എത്തി ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജനപിന്തുണയൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ജനം വളരെ ആവേശകരമായ അനുഭവമാണ് ഉള്ളത്. പല സ്ഥലത്തും ചെന്നാൽ ഈ പറയുന്ന വ്യത്യസ്തമായ നിലപാടുകൾ ജനങ്ങൾ പറയുന്നു. എന്തായാലും ഇങ്ങനെ സമീപനം സ്വീകരിച്ചത് ഗുണകരമായി എന്നാണ് അവരെല്ലാവരും എന്നോട് പറയാം. അതുകൊണ്ട് വളരെയേറെ ആത്മവിശ്വാസമാണ്. ഇവരൊക്കെ എത്ര കണക്ക് കൂട്ടിയാലും അവൻ്റെ ഈ പറയുന്ന വോട്ടിൻ്റെ പാറ്റേൺ എന്തായാലും ഇപ്പോൾ പത്രത്തിലൊക്കെ ന്യൂസുകളൊക്കെ വരും. എന്ത് വന്നാലും ജനം പക്ഷം ഈ നമ്മുടെ നാട്ടിലെ മണ്ഡലത്തിലുള്ള ജനങ്ങൾ മുഴുവനും NDAക്ക് വോട്ട് ചെയ്യാൻ വളരെയേറെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്ന അനുഭവമാണ് ഇപ്പോൾ ഇന്നുള്ളത്. ദേശീയ നേതാക്കൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി എത്തുന്നു, ഒപ്പം നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു, അത്തരത്തിൽ എല്ലാ നേതാക്കളും തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ ശരിക്കും ഈ ഒരു പാർട്ടി പ്രവർത്തനത്തെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഊർജ്ജം പകരുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? അല്ല, നമ്മുടെ ദേശീയ നേതാക്കൾ വരുമ്പോൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നമ്മുടെ മോദി സർക്കാരിൻ്റെ വികസനമൊക്കെ പറയാനും വളരെ പക്വതയോടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെയേറെ ജാഗ്രതയാണ് ഈ നമ്മുടെ NDA പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. അതിന് വളരെ അഭിമാനമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മോദി സർക്കാരിൻ്റെ വികസനം വളരെയേറെ മാതൃകപരമാണ്. ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിൽ. അതുപോലെ ദേശീയ നേതാക്കൾ വരുമ്പോഴാണ് നമുക്ക് ഒരു മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയുന്നത്. പലർക്കും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ദേശീയ നേതാക്കൾ വന്നപ്പോഴാണ് ആ സംശയങ്ങളൊക്കെ കൃത്യമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയാണ്. അത് തർക്കമില്ല. ഈ രംഗത്ത് ഇറങ്ങിയോടുകൂടി പ്രതീക്ഷകളല്ലാതെ വേറെ കേൾപ്പെട്ട ഒരു ചിന്തയില്ല. അത് വളരെയേറെ അതിനനുസരിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുമായി സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പാർട്ടി എന്ന് വെച്ചാൽ NDA ഇപ്പോൾ എല്ലാ മേഖലയിലും കുടുംബയോഗങ്ങളും നടത്തിവെച്ചുകൊണ്ട് ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വെകിളി പൂണ്ട് നടക്കുകയാണ് മറ്റുള്ള പാർട്ടികൾ. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം NDAനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരം, ഓരോ നിമിഷവും വളരെ സന്തോഷകരമായ അനുഭവത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വലിയൊരു പ്രവർത്തനമാണ് NDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാവുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാണ് തികഞ്ഞ പ്രതീക്ഷ, തികഞ്ഞ ആത്മവിശ്വാസം ഒക്കെ ഉണ്ട്. വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നാട്ടികയിലെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്ര ജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.